വെൽക്കം ടു ആർക്കേസ് സ്റ്റോറീസ്. കാന്താരിക്കൊരു കല്യാണം ഭാഗം 14. ദാമിക്ക് എഴുന്നേറ്റ് നടക്കുവാനാവില്ല എന്ന കാര്യം രണ്ടു കുടുംബങ്ങളെയും തകർത്ത് കളഞ്ഞിരുന്നു. ദുഃഖങ്ങൾ ഉള്ളിലൊളിപ്പിച്ച് സൂര്യനും ധനുഷും എല്ലാവരെയും ആശ്വസിപ്പിച്ചെങ്കിലും ചേട്ടൻ മനസ്സിൽ കൊണ്ടു നടക്കുന്ന വേദനയുടെ ആഴം എത്രയെന്ന് തിരിച്ചറിയാവുന്ന നില അവന്റെ അടുത്തുനിന്നും മാറുന്നുപോലും ഉണ്ടായിരുന്നില്ല. ആരും കാണുവാനോ കേൾക്കുവാനോ ഇല്ലാത്ത അവസരങ്ങളിൽ മാത്രം അവൻ തന്റെ ഹൃദയത്തിന്റെ നൊമ്പരം കണ്ണുനീരിൽ ഉരുക്കിയൊഴുക്കി. സുഹൃത്തിനേക്കാൾ ഉപരി സ്വന്തം സഹോദരിയുടെ സ്ഥാനം നൽകിയിരുന്ന ദാമിയുടെ അവസ്ഥയെപ്പറ്റി സൂര്യൻ വിളിച്ചു പറഞ്ഞത് കേട്ട് വേദനയോടെ നെഞ്ചുപൊട്ടിക്കരഞ്ഞ ഷൈനിയെ ആശ്വസിപ്പിക്കുവാൻ അവൻ ഏറെ പണിപ്പെട്ടു. ദാമിയെ റൂമിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം വന്നാൽ മതി എന്ന് പറഞ്ഞതുപോലും കേൾക്കാതെ അടുത്ത ഫ്ലൈറ്റിന് തന്നെ അവൾ എറണാകുളത്തേക്ക് പറന്നെത്തി. പിന്നീടുള്ള ദിവസങ്ങളിൽ സൂര്യനും ഷൈനിയും കാലത്തും വൈകുന്നേരവും മാറി മാറി MICUവിൽ കയറി ദാമിയെ കാണുവാൻ തുടങ്ങി. മറ്റുള്ളവർക്ക് വല്ലപ്പോഴും മാത്രമാണ് ദാമിയെ കാണുവാനായി അവർ അവസരം നൽകിയത്. ദാമി കുറേശ്ശെ സംസാരിച്ചു തുടങ്ങിയിരുന്നു. അവളെ കാണുവാനായി MICയുടെ അകത്ത് കയറുന്ന നിമിഷങ്ങളിൽ ഉള്ളിലിരമ്പുന്ന കടലിനുമേൽ ചിരിയുടെ ഒരു ആവരണം അണിഞ്ഞുകൊണ്ടാണ് സൂര്യനും ഷൈനിയും അവളോട് സംസാരിച്ചിരുന്നത്. എനിക്ക് ചെറുതായിട്ടൊരു പണി കേട്ടിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. ഭക്ഷണം സ്പൂണിൽ കോരി കൊടുക്കുന്നതിനിടയിൽ ഒരു ദിവസം ദാമി പറയുന്നത് കേട്ട് സൂര്യൻ കണ്ണുമിഴിച്ചു. എന്താടാ അങ്ങനെ ഇപ്പൊ ഒരു തോന്നല്? ആശങ്കയോടെ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. എന്റെ ഈ 2 കാലുകളും അനക്കാൻ പറ്റുന്നില്ലടാ. കുറച്ച് ദിവസങ്ങളായി ഞാൻ ശ്രമിക്കുന്നു, പക്ഷെ നോ രക്ഷ. അതും പറഞ്ഞ് അവൾ തന്റെ കാലുകളിലേക്ക് നോക്കി. അണിഞ്ഞിരുന്ന മൂടുപടത്തിന്റെ പുറംചട്ടകൾ നിമിഷ നേരം കൊണ്ടാണ് പൊട്ടിത്തകർന്നത്. നിയന്ത്രിക്കുവാൻ സാധിക്കാതെ നിറഞ്ഞൊഴുകിയ കണ്ണുകൾ അവൾ കാണാതിരിക്കുവാൻ വേണ്ടി അവൻ മുഖം തിരിച്ചെങ്കിലും കൈകൾ ഉയർത്തി അവൾ അവന്റെ മുഖം തന്റെ നേരെ തിരിച്ചു. അയ്യേ, എന്തിനല്ലുട്ടാ പിന്നെ ഇങ്ങനെ ഇരുന്ന് മോങ്ങുന്നേ? എനിക്കിനി നടക്കാൻ പറ്റില്ലെന്ന് വിചാരിച്ചാണോ? അവളുടെ ചോദ്യത്തിന് മറുപടി പറയാതെ അവൻ തന്റെ മുഖത്ത് തലോടിക്കൊണ്ടിരുന്ന അവളുടെ കൈകൾ തന്റെ കൈകളിലേക്ക് എടുത്തുപിടിച്ചു. അപ്പോ ഡോക്ടർ പറഞ്ഞല്ലേ? എടാ, എനിക്കിനി നടക്കാൻ പറ്റിയില്ലെങ്കിലും നിനക്ക് കാലുകളുള്ളപ്പോ ഞാനെന്തിനാ വിഷമിക്കുന്നേ? എവിടെ പോണേലും നീ എന്നെ എടുത്തുകൊണ്ടുപോകുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് പൊന്നുമോൻ, ആ മുഖമൊക്കെ തുടച്ച് ഡീസന്റ് ആയിട്ട് വേണം ഇവിടുന്ന് പുറത്തേക്ക് പോകാൻ. ഇതേ, എനിക്കൊരു വിഷമവും ഇല്ല. ഇതിങ്ങ് നോക്കിയേ, ഇതേ ദാമിയ, ഐറ്റം വേറെ. കണ്ണിറുക്കി ചിരിച്ചുകൊണ്ടുള്ള അവളുടെ ആ സംസാരം കേട്ടതും കണ്ണുനീരിനിടയിലും അവന്റെ മുഖത്തും ഒരു ചിരി വിടർന്നു. നീ ധൈര്യമായിട്ടിരിക്കടാ, ഞാൻ എഴുന്നേറ്റ് നടക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇങ്ങനെ അടങ്ങിക്കിടക്കാനൊന്നും ഈ ദാമിക്ക് പറ്റില്ല. പിന്നൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ കിടപ്പിലാണെന്ന് കരുതി ആ നിഷയോട് കിന്നിരിക്കാൻ പോയാലുണ്ടല്ലോ, എന്റെ തനിക്കോണം പൊന്നുവൻ അറിയും. എന്റെ കാല് മാത്രമേ അനങ്ങാതുള്ളൂ, നാവിനും കൈക്കും ഒരു കുഴപ്പമില്ല. മനസ്സിലായല്ലോ? ഓവേ അറിയാടി ചക്കരേ, നീ ആദ്യം ഒന്ന് എഴുന്നേക്ക്, എന്നിട്ട് നമുക്ക് ഒരു കൈ നോക്കാം. പോടാ, നീ പോയി തരത്തി പോയി കളിക്ക്. പിന്നെ ഷൈനിയോട് മര്യാദക്ക് തിരിച്ച് ബാംഗ്ലൂർക്ക് പോകാൻ പറയും. ഞാൻ പറഞ്ഞതാടി, അവള് കേക്കണ്ടേ? നിന്നെ റൂമിലേക്ക് കൊണ്ടുവന്നിട്ടേ പോകൂ എന്നും പറഞ്ഞ് ഒറ്റ ശ്വാസത്തിലിരിപ്പാള്. എന്തായാലും നല്ല ആത്മാർത്ഥതയുള്ള കൊച്ചാകട്ടോ. ഉണ്ട ഇട പൊട്ട, അവൾ ഇവിടെ കൊത്തിപ്പറിക്ക് നടക്കുന്നതേ എന്നെ കാണാൻ മാത്രമല്ല. ഇവിടെ ഡ്യൂട്ടിക്ക് വരുന്നൊരു ഡോക്ടറുണ്ട്, ഡോക്ടർ ബെഞ്ചമിൻ ഡിക്രൂസ്. ഒരു പൊളി സാധനം. അയാളുടെ പുറകെ മണപ്പിച്ച് നടക്കാനാ അവൾ MICയുടെ അടുത്തൊന്നും മാറാതിരിക്കുന്നത്. അവളാരാ മുതല്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവളോട് തിരിച്ചു പോകാൻ പറഞ്ഞോ, ഇല്ല നമുക്ക് കൂടി പേരുദോഷം ഉണ്ടാക്കി വെക്കും ആ കുളക്കോഴി. ഓ, അത് ശരി. അപ്പൊ ഞാൻ വിചാരിച്ചതുപോലെ കൂട്ടുകാരിയോടുള്ള ആത്മാർത്ഥതയല്ല കാര്യം. നാളുകൾക്ക് ശേഷം മനസ്സ് നിറഞ്ഞൊന്ന് ചിരിച്ചുകൊണ്ട് അവൻ മറുപടി പറഞ്ഞു. ആത്മാർത്ഥതയൊക്കെയുണ്ട്, പക്ഷെ എന്നാ ചെയ്യാനാ? അതിനേക്കാൾ ആത്മാർത്ഥം നിറഞ്ഞ മറ്റൊന്ന് ഇവിടെ കണ്ടതോടെ ആ പണി പാളി. എന്റെ പൊന്നു മോളെ, എന്തായാലും അത് നീ തന്നെ നേരിട്ട് അവളോട് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല. അവൻ കൈയൊഴിഞ്ഞു. ഓക്കെ, എങ്കിൽ ഞാൻ തന്നെ പറഞ്ഞോളാം. നാളെ റൂമിലേക്ക് മാറ്റാന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നേ? ഒന്ന് ആലോചിച്ചിട്ട് അവൾ ചോദിച്ചു. അതെ, പിന്നെ എപ്പോഴും നിന്റെ അടുത്തിങ്ങനെ ഇരിക്കാലോ. എന്തിന്? എനിക്ക് കണ്ണു കിട്ടാതിരിക്കാനോ? അതല്ലടി ഞാൻ ഉദ്ദേശിച്ചത്.
പൊന്നു മോൻ അങ്ങനെ ഒന്നും ഉദ്ദേശിക്കണ്ട. എന്നെ നാളെ പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിറ്റേന്ന് തൊട്ട് മര്യാദക്ക് കോളേജിൽ പോയിക്കൊള്ളണം, കേട്ടല്ലോ. പോണം പോണം. അവിടെ പിന്നെ നിഷ ഒറ്റ കാണലെന്ന് ഓർക്കുമ്പോ ചങ്കിനകത്തൊരു വേദന. നെഞ്ചത്ത് കൈവച്ച് മുകളിലേക്ക് നോക്കി കൃത്രിമ സങ്കടത്തോടെ പറയുന്ന അവന്റെ കയ്യിൽ അവളുടെ നഖങ്ങൾ ആഴ്ന്നു. ആവൂ, എന്തോന്നാടി ഇത്, തൊലി പോയി. കൈ തിരുമിക്കൊണ്ട് അവൻ പറഞ്ഞു, കണക്കായിപ്പോയി, കൊല്ലിങ്ങൻ അവന്റെ ഒരു നിഷ. മുഖം കൂർപ്പിച്ച് അവനെ നോക്കിക്കൊണ്ട് അവൾ പറയുന്നത് കേട്ട് അവൻ കണ്ണുകൾ ചിമ്മിച്ചിരിച്ചു. അല്പനേരം കൂടി സംസാരിച്ചിരുന്നതിന് ശേഷം അവൻ പുറത്തേക്കിറങ്ങി. അവൻ പോയ വഴിയെ നോക്കിക്കിടന്ന അവളുടെ കണ്ണുകളിൽ നിന്നും 2 തുള്ളി കണ്ണുനീരൊഴുകി തലയിണയെ നനച്ചു. പിറ്റേ ദിവസം 3 മണി കഴിഞ്ഞപ്പോഴേക്കും ദാമിയെ റൂമിലേക്ക് കൊണ്ടുവന്നു. എല്ലാവരും ഉള്ളിലെ ദുഃഖം പുറത്തു കാണിക്കാതെ ചിരിച്ചു നിന്നെങ്കിലും ദാമിക്കറിയാമായിരുന്നു തന്റെ അവസ്ഥയിൽ അവർ അനുഭവിക്കുന്ന വേദന. അന്ന് രാത്രിയായിട്ടും എല്ലാവരും വീട്ടിലേക്ക് പോകാതെ നിന്നതോടെ അവൾ തന്റെ തനി സ്വഭാവം പുറത്തെടുത്തു. സൂര്യനെ ഒഴിച്ച് ബാക്കിയുള്ളവരെയെല്ലാം അവൾ വീട്ടിലേക്ക് നിർബന്ധിച്ചു പറഞ്ഞുവിട്ടു. അന്ന് തൊട്ട് രാത്രി ഡ്യൂട്ടി സൂര്യനായി. കാലത്തെ മുതലുള്ള ഡ്യൂട്ടി 2 അമ്മമാരും ചേർന്ന് ഏറ്റെടുത്തു. അവർ വരുന്നതിന് മുന്നേ തന്നെ സൂര്യൻ അവളെ പല്ല് തേപ്പിച്ച് വാഷ്റൂമിലേക്ക് എടുത്തു കൊണ്ടുപോയി ഫ്രഷ് ആക്കി ശരീരവും തുടച്ച് പുതിയ ഡ്രസ്സും ഇടിച്ച് റെഡിയാക്കിയിട്ടുണ്ടാകും. അമ്മമാരോടൊപ്പം ഷൈനിയും കാലത്തെ തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തും. അവൾ തൽക്കാലത്തേക്ക് വർക്ക് ഫ്രം ഹോം എടുത്തിരുന്നു. താമസം നിലയോടൊപ്പം സൂര്യന്റെ വീട്ടിലുമാക്കി. തിരികെ പോയിക്കൊള്ളാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടും പോകാതെ ഷൈനി കടിച്ചു പിടിച്ചു നിൽക്കുന്നത് ആ ബെഞ്ചമിൻ ഡോക്ടറെ കാണാനാണെന്നും പറഞ്ഞുകൊണ്ട് രണ്ടും കൂടി അടിപിടി കൂടുന്നതും പതിവായി. നിഷയും ധനുഷും സൂര്യനും വൈകുന്നേരത്തോടെ ഹോസ്പിറ്റലിലേക്ക് എത്തും. അച്ചമ്മ ഒന്നിടവിട്ട ദിവസങ്ങളിലായി വന്നു പോയിക്കൊണ്ടിരുന്നു. വൈകുന്നേരം സൂര്യൻ കോളേജിൽ നിന്നും വന്നാൽ പിന്നെ അവൾക്ക് മറ്റാരെയും ആവശ്യമില്ല. വൈകുന്നേരങ്ങളിൽ കാണാൻ വരുന്ന അച്ഛന്മാരും അമ്മമാരും നിലയും ഷൈനിയും ഒക്കെ ധനുഷിനോടൊപ്പം തിരിച്ചു പോകുന്നതോടെ പിന്നെ സൂര്യന്റെയും ദാമിയുടെയും സാമ്രാജ്യമായി മാറും ആ ആശുപത്രി മുറി. മറ്റുള്ളവരുടെ മുന്നിൽ പ്രകടിപ്പിക്കാത്ത വിഷമതകളും വേദനകളുമൊക്കെ അവൾ സൂര്യന്റെ മുന്നിലാണ് തുറക്കുക. ചില സമയങ്ങളിൽ ഓപ്പറേഷൻ നടന്ന തലയുടെ ഭാഗത്തുണ്ടാവുന്ന വേദനകൾ അവൾ സൂര്യന്റെ മുന്നിൽ നിന്നും മറച്ചുവെക്കാറില്ല. ആ സമയങ്ങളിൽ അവളെ വട്ടം പൊതിഞ്ഞു പിടിച്ച് ആശ്വസിപ്പിക്കുന്ന അവന്റെ നെഞ്ചിൽ മുഖമൊളിപ്പിച്ചുകൊണ്ട് അവൾ കിടക്കും. രാത്രി സമയങ്ങളിൽ വീൽ ചെയറിൽ ഇരുത്താതെ അവളെയും എടുത്തുകൊണ്ട് അവൻ വരാന്തയിൽ പോയിരിക്കും. വരാന്തയിലിട്ടിരിക്കുന്ന കസേരയിലിരുന്ന് ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങളെയും നോക്കി കഥ പറഞ്ഞിരിക്കുന്ന അവർ ഹോസ്പിറ്റൽ സ്റ്റാഫിനിടയിലും ഭിന്നിരിക്കുന്ന പ്രണയ ജോഡികളായി അറിയപ്പെട്ടു തുടങ്ങി. കാണാൻ കൊള്ളാവുന്ന നേഴ്സുമാരോട് സംസാരിക്കുമ്പോൾ ഉറുമ്പ് കുത്തുന്ന അവളുടെ മുഖവും കുസൃതി ഒളിപ്പിച്ച കണ്ണുകൾ ആവശ്യത്തിലും കൂടുതൽ ചിമ്മി തുറന്നുകൊണ്ടുള്ള സംസാരവും ഒരു കുഞ്ഞിനെ പോലെ എടുത്തുകൊണ്ട് നടന്ന് തന്റെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരുന്ന അവന്റെ സ്നേഹവും കെയറിങ്ങും, സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവന്റെ കണ്ണുകളിൽ തെളിയുന്ന ആ പ്രണയവും, എനിക്ക് നീയും നിനക്ക് ഞാനും ആരെന്ന സത്യവും, ഒരാളില്ലാതെ മറ്റൊരാൾക്ക് നിലനിൽപ്പില്ല എന്ന യാഥാർത്ഥ്യവും അവർ തിരിച്ചറിയുകയായിരുന്നു ആ ദിവസങ്ങളിൽ. മനസ്സിനുള്ളിലെ നീരുറവയിൽ നിന്നും മുള പൊട്ടിയൊഴുകിയിരുന്ന പ്രണയം ഹൃദയത്തിന്റെ ഭിത്തികൾക്ക് പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങിയ ഉന്മാദം നിറഞ്ഞ രാവുകൾ. ദാമിയെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യുന്നതിന്റെ തലേ ദിവസം കാലത്ത് ഷൈനി മാത്രമാണ് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നത്. സൂര്യന്റെ അച്ഛന് പനിയായിരുന്നതുകൊണ്ട് അന്ന് അമ്മ ഹോസ്പിറ്റലിലേക്ക് വന്നിരുന്നില്ല. ദാമിയുടെ അച്ഛനും അമ്മയും കൂടി അവളുടെ രോഗശമനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കാലിൽ മണി കെട്ടുവാനും വേണ്ടി ചവറയിലുള്ള കാട്ടിൽ മേക്കാതിൽ ഭഗവതി ക്ഷേത്രത്തിൽ പോയിരിക്കുകയായിരുന്നു. ഡി, നീ ഇത് കുറെ നേരമല്ലോ ആ വാതിൽക്കൽ ചെന്ന് ഒടിഞ്ഞു നോക്കുന്നേ? ആരെ കാണാനാ? ആ ഡോക്ടറെ നോക്കുന്നതെങ്കിൽ അങ്ങേർക്കുന്ന നൈറ്റ് ഡ്യൂട്ടിയാ. ഷൈനി ഇടയ്ക്കിടയ്ക്ക് ഇരിക്കുന്നിടത്തു നിന്നും എഴുന്നേറ്റ് വാതിൽ തുറന്നു നോക്കുന്നത് ശ്രദ്ധിച്ച ദാമി അവളോട് ചോദിച്ചു, ഒന്ന് പോയേടി, ഞാൻ ആരെയും നോക്കിയൊന്നുമല്ല. ഉച്ചക്കത്തെ ഊണിന് ഓർഡർ എടുക്കാൻ ആ ക്യാൻറ്റീൻകാരൻ വരാറായി, അയാളെ നോക്കിയതാ. ഊവ, അതെന്നടി നീ ഒരുമാതിരി ആക്കിയ പോലെ? കസേരയിലേക്ക് വന്നിരുന്നിട്ട് അവൾ ചോദിച്ചു, നിനക്കങ്ങനെ തോന്നിയോ? ചെറുതായിട്ട്. ആന്നോ? എനിക്ക് സാരമില്ല, ഇരിക്കട്ടെ. അവൾ അത് പറഞ്ഞു കഴിഞ്ഞതും വാതിൽ ഒരു തട്ടലും അതോടൊപ്പം വാതിൽ തുറക്കുന്ന ശബ്ദവും കേട്ട് അവരിരുവരും അങ്ങോട്ടേക്ക് നോക്കി. വാതിൽ തുറന്ന് അകത്തേക്ക് വന്ന ഡോക്ടർ ബെഞ്ചമിനെ കണ്ടതും പൂത്തിരി കത്തിയതുപോലെ ചിരിച്ചുകൊണ്ട് ഷൈനി ചാടി എഴുന്നേറ്റു. കട്ടിലിൽ കൈകൾ കൊണ്ട് താളമിട്ട് ദാമി പാടുന്നത് കേട്ട് ചിരിച്ചുകൊണ്ട് ഡോക്ടർ അവളുടെ അടുത്തേക്ക് ചെന്നു. ഇന്നിതെന്നാ പറ്റി?
ദാമി കൊച്ചു വലിയ സന്തോഷത്തിലാണല്ലോ ഓ, നമുക്ക് എന്ത് സന്തോഷം ഡോക്ടറെ. പിന്നെന്നാ പാട്ടൊക്കെ പാടുന്നേ? അതോ, അത് ചിലരെയൊക്കെ കാണുമ്പോ ചിലരുടെയൊക്കെ മുഖത്തെ ചില വസന്തങ്ങളൊക്കെ പൊട്ടിവിരിയുന്നത് ഡോക്ടർ കണ്ടിട്ടുണ്ടോ? ഡോക്ടറുടെ പുറകിൽ നിന്ന് പറയല്ലേ എന്ന മട്ടിൽ കയ്യും കലാശവും കാണിക്കുന്ന ഷൈനിയെ നോക്കി ചിരിച്ചുകൊണ്ട് അവൾ പറയുന്നത് കേട്ട് ഷൈനി നെഞ്ചത്ത് കൈവച്ചപ്പോൾ അവൾ പറഞ്ഞതിന്റെ അർത്ഥം ആലോചിച്ച് നിൽക്കുകയായിരുന്നു ഡോക്ടർ ബെഞ്ചമിൻ. അതെ, കവിത വല്ലതാണോ? അല്പനേരം ആലോചിച്ചു നിന്നതിന് ശേഷം ഡോക്ടർ ചോദിച്ചത് കേട്ട് ദാമി അറിയാതെ പൊട്ടിച്ചിരിച്ചുപോയി. പുറകിൽ നിന്നും ഷൈനിയുടെ അമർത്തിയ ചിരിയും കേട്ട് ഡോക്ടർ അവരിരുവരെയും നോക്കി ചമ്മി ഒരു ചിരി ചിരിച്ചു. അല്ല ഡോക്ടർ, എന്താ ഈ നേരത്ത്? ഈ ആഴ്ച നൈറ്റ് ഡ്യൂട്ടി അല്ലേ? അത് പിന്നെ ഇന്ന് രാത്രി ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നേ, അതിന് പോകേണ്ട ഒരു ആവശ്യമുണ്ട്, അതാ. ഓ ഓ, മനസ്സിലായി മനസ്സിലായി. ഫംഗ്ഷന് ഒറ്റയ്ക്കാണോ പോകുന്നേ, അതോ ആരെങ്കിലും കൂട്ടുണ്ടോ? കേസ് ചാർട്ട് നോക്കുന്ന ഡോക്ടറോട് ദാമി ചോദിച്ചു. ഏയ്, ആരും കൂട്ടൊന്നുമില്ല, ഒറ്റക്ക് തന്നെ. എന്തേ, വരുന്നോ? അയ്യോ, നടക്കാൻ വയ്യാത്ത ഞാൻ എങ്ങനെയാ ഡോക്ടറെ വരുന്നേ? വേണേലേ ഇവിടെ കൊണ്ടുപോയിക്കോ. പുറകിൽ നിന്നിരുന്ന ഷൈനിയെ ചൂണ്ടി അവൾ പറഞ്ഞത് കേട്ട് ഡോക്ടർ ഒന്ന് തിരിഞ്ഞു നോക്കി. അപ്പോ നാളെ ഡിസ്ചാർജ് ആണ് അല്ലേ? അവൾ പറഞ്ഞതിന് മറുപടിയൊന്നും പറയാതെ ഡോക്ടർ ചോദിച്ചു. അതെ ഡോക്ടർ. ഫിസിയോതെറാപ്പി ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട്? വിരലുകളൊക്കെ ചെറുതായി അനങ്ങുന്നുണ്ട്, പക്ഷേ കാലുകളിലേക്ക് മറ്റു ഫീലിംഗ് ഒന്നുമില്ല. അത് പറഞ്ഞപ്പോൾ അവളുടെ മുഖത്ത് ഒരു നിരാശ പടർന്നു. ഡോണ്ട് വറി, ഇത്രയൊക്കെ ആയില്ലേ, ബാക്കിയും ശരിയായിക്കൊള്ളും. ഇത് കഴിഞ്ഞ് എന്തോ ആയുർവേദ ട്രീറ്റ്മെന്റിന് പോകുന്നു എന്ന് പറഞ്ഞായിരുന്നു, എവിടെയാ അത്? അത് കുറ്റിപ്പുറത്താ, കളരിയൊക്കെയുള്ള ഒരു പഴയ തറവാട്ടില്. അവിടെ മർമ്മ ചികിത്സയൊക്കെ ഉണ്ടെന്നാ സൂര്യന്റെ അച്ഛൻ പറഞ്ഞത്. അവിടുത്തെ ഒരു യദുകൃഷ്ണൻ അങ്കിള് പണ്ടിവിടെ എറണാകുളത്ത് വർക്ക് ചെയ്തിരുന്നപ്പോ അച്ഛന് പരിചയമുണ്ടേ. ആ അങ്കിൾ ഒരു ദിവസം ഇവിടെ വന്നിരുന്നു. ഈ ബ്രെയിനിലെ ഞരമ്പുകളുടെ പ്രവർത്തനമൊക്കെ ശരിയാക്കാൻ എന്തോ ഒരു അണുതൈലമൊക്കെ ഉണ്ടെന്നാ പറഞ്ഞത്. പക്ഷെ അത് കിട്ടാൻ ഭയങ്കര പ്രയാസാത്രേ. അവരതിനെ ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം വേറെ എന്തൊക്കെ കിഴികളും ധാരയൊക്കെ ഉണ്ടെന്നാ പറഞ്ഞത്. ഓ, ഗുഡ് ഗുഡ്. അതൊക്കെ കഴിയുമ്പോ ഇയാളങ്ങ് ശരിയായിക്കൊള്ളുന്നേ. ഡോക്ടർ അവളുടെ തോളത്ത് മെല്ലെ ഒന്ന് തട്ടി ആശ്വസിപ്പിച്ചു. ശരി, എന്നാ ഞാൻ പോയിക്കോട്ടെ? ഷൈനിയോടും കൂടി എന്ന മട്ടിൽ ഒന്ന് ചോദിച്ചിട്ട് ഡോക്ടർ പോകാനായി തിരിഞ്ഞു. ഡോക്ടറെ, ഒരു മിനിറ്റ്. ദാമി വിളിച്ചത് കേട്ട് ഡോക്ടർ തിരിഞ്ഞു നിന്നു. എന്താ ദാമി? അതെ, മനസ്സിലുള്ളത് നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങ് തുറന്നു പറഞ്ഞൂടെ? വാട്സാപ്പിൽ നിങ്ങൾ രണ്ടുപേരും വലിയ സുഹൃത്തുക്കളാണെന്ന മട്ടിൽ ചാറ്റ് ചെയ്യുന്നതൊക്കെ എനിക്കറിയാം. പക്ഷെ സൗഹൃദം എന്ന പുതപ്പെട്ട് മൂടി വെച്ചിരിക്കുന്ന ആ പ്രണയം ഉണ്ടല്ലോ, അതിനങ്ങ് തുറന്നു വിട്. ഇവിടെ ഭൂലോക വായാടിയാണെങ്കിലും ഈ ഒരു കാര്യത്തിൽ അല്പം പിന്നോട്ടാ. ഡോക്ടറും ആളൊട്ടും മോശക്കുറവില്ലെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാ ഞാൻ തന്നെ നേരിട്ട് പറയുന്നത്. നാളത്തെ കഴിഞ്ഞാൽ പിന്നെ ഇവളെ കാണാൻ കിട്ടില്ല. അതുകൊണ്ട് പൊന്നു ഡോക്ടറെ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പോഴാ അവസരം. ദാമി പറഞ്ഞത് കേട്ട് മരവും ചില്ലയും കൂടുമടക്കം കിളികൾ പറന്നുപോയതിന്റെ ഷോക്കിൽ നിന്ന ഷൈനിയെ നോക്കി ഡോക്ടർ ഒന്ന് ചിരിച്ചു. ഷൈനി, അതെ, ഒരു നിമിഷം ഒന്ന് പുറത്തേക്ക് വരാമോ? അവളോട് ചോദിച്ചിട്ട് ഡോക്ടർ പുറത്തേക്ക് നടന്നു. ഡോക്ടർക്ക് പുറകെ പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുൻപ് ഷൈനി വാതിലിൽ പിടിച്ച് ദാമിയെ ഒന്ന് തിരിഞ്ഞു നോക്കി കണ്ണുരുട്ടി കാണിച്ചു. ദാമി കൈ ഉയർത്തി തംസപ്പ് കാണിച്ച് ഓൾ ദി ബെസ്റ്റ് എന്ന് ചുണ്ടുകൾ കൊണ്ട് പറഞ്ഞിട്ട് അവൾക്കൊരു ഫ്ലൈയിങ്സും കൊടുത്തു. തിരികെ ചുണ്ടുകൾ കൂർപ്പിച്ച് ഉമ്മ എന്ന് പറഞ്ഞിട്ട് ഷൈനിയും പുറത്തേക്ക് ഇറങ്ങി. കുറച്ചു നിമിഷങ്ങൾ കഴിഞ്ഞ് സന്തോഷത്തോടെ ചാടിത്തുള്ളിയാണ് ഷൈനി മുറിക്കകത്തേക്ക് കയറി വന്നത്. വാതിലടച്ച ശേഷം ഉറക്കെ ഒച്ചയുണ്ടാക്കി തുള്ളിച്ചാടി വന്ന അവൾ ദാമിയെ വട്ടം കെട്ടിപ്പിടിച്ച് അവളുടെ രണ്ട് കവിളുകളിലും ഉമ്മകൾ നൽകി. എന്താടി ഇതിനും മാത്ര സന്തോഷം? അങ്ങനെ നിന്നെ കയറി പിടിച്ചോ? ഈ പ്രപ്പോസ്ഡ് മീ. നിന്നിടത്തു നിന്നും ഒന്ന് വട്ടം കറങ്ങിയിട്ട് അവൾ പറഞ്ഞത് കേട്ട് ദാമിയുടെ മുഖവും തെളിഞ്ഞു. റിയലി? സീ ദിസ്. ഇടത് കൈയിലെ മോതിര വിരൽ അവൾ കാണിച്ചു കൊടുത്തു. അതിൽ തിളങ്ങുന്ന ഒരു റിങ്. മുത്തേ, ഒളിച്ചല്ലോടി പെണ്ണേ. താങ്ക് യു ചക്കരെ. നീ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ആ കിഴങ്ങൻ ഈ മോതിരവും പോക്കറ്റിട്ട് തിരികെ പോയേനെ. ചിറി കോട്ടിക്കൊണ്ട് അവൾ പറഞ്ഞു. എക്സ്ക്യൂസ് മീ. വാതിൽ ചെറുതായി തുറന്ന് തല അകത്തേക്കിട്ട് നിൽക്കുന്ന ഡോക്ടറെ കണ്ട് ദാമി നാക്ക് കടിച്ചുകൊണ്ട് തലയിലൊന്ന് തല്ലി. സോറി ഡോക്ടറെ അല്ല, ഞാനേ വേറൊരു കിഴങ്ങന്റെ കാര്യം പറഞ്ഞതാ.
ഓ അത് മനസ്സിലായി. ഞാനൊരു താങ്ക്സ് പറയാൻ വന്നതാ. താങ്ക് യു. ആൾവേസ് വെൽക്കം ബ്രോ. ചിരിച്ച് കൈ വീശിക്കൊണ്ട് അവൾ പറഞ്ഞു. അവളെയും ഷൈനിയെയും നോക്കി ഒന്നുകൂടി ചിരിച്ചിട്ട് ഡോക്ടർ ബെഞ്ചമിൻ വാതിലടച്ചു. എന്നിട്ട് പറയടി, എന്താ ഡോക്ടർ പയ്യൻ പറഞ്ഞത്? പപ്പയുടെയും അമ്മയുടെയും ഫോൺ നമ്പർ ചോദിച്ചു. 3 മാസത്തിനുള്ളിൽ പുള്ളിക്കാരൻ US പോകുവാത്രേ. അതിനു മുന്നേ വീട്ടിൽ വന്ന് സംസാരിച്ച് കാര്യങ്ങളെല്ലാം ഉറപ്പിക്കാന്നാ പറഞ്ഞിരിക്കുന്നേ. അത് പൊളിച്ചു. അപ്പോ അതിനു മുന്നേ ഇവിടെ നിന്ന് എഴുന്നേക്കണം അല്ലേ? ആലോചനയോടെ തലയാട്ടി പറയുന്ന അവളുടെ അടുത്തേക്ക് വന്ന് ആ 2 കവിളുകളും ഷൈനി ഒന്ന് വലിച്ചു വിട്ടു. അതിനൊക്കെ മുന്നേ നീ എഴുന്നേക്കൂടി മോളെ. കല്യാണത്തിന് പള്ളിയിൽ എൻ്റെ ഒപ്പം നീയും ഉണ്ടാകും. ഒരു ദീർഘനിശ്വാസത്തോടെ ദാമി ഒന്ന് മൂടി. ഞാൻ പോയി മെഡിസിൻസ് വാങ്ങിയിട്ട് വരാൻ കേട്ടോ. ഒരു ടാബ്ലറ്റ് കൂടി അങ്ങനെ ഇപ്പൊ കുറിച്ച് തന്നിട്ടുണ്ട്. ഓക്കേ. ദാമി അതും പറഞ്ഞ് ഇയർപോഡ് എടുത്ത് കാതിലേക്ക് തിരികി. ഷൈനി അവളെ ഒന്ന് നോക്കിയ ശേഷം വാതിൽ തുറന്ന് ഫാർമസിയിലേക്ക് പോകുവാൻ വേണ്ടി ഇറങ്ങി. തുടരും. കാന്താരിക്കൊരു കല്യാണം അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങൾ പറയുന്നതിനൊപ്പം കഥയുടെ ലിങ്ക് പരിചയക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് നൽകിയും ലൈക്കുകൾ തന്നും സപ്പോർട്ടുമായി കൂടെ ഉണ്ടാകണേ. താങ്ക് യു. See you soon.